എവിടെയാടാ? എത്ര ടൈമായി ഞാൻ വിളിക്കുന്നു. ഭാവി അമ്മായി അച്ഛനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ വിളമ്പിയിട്ട്. ആക്ച്വലി നീ ഇപ്പൊ എവിടെയാ? നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. രഞ്ജുനോടും നെവലിനോടൊക്കെ ചോദിച്ചപ്പോ നീ ഉച്ചവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്താടാ നീ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നേ? അച്ഛനോട് നീ എന്തെങ്കിലും സംസാരിച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, ഞാൻ വിളിക്കാം. എടിയിലെത്തിക്ക, ഞാൻ അവരോട് എന്ത് പറയൂടി? നീ പോടാ സക്കരെ, പോയി വല്ല പണിയും നോക്ക്. അവര് ബോംബെന്ന് വന്നേടി. ബോംബെ എന്നൊക്കെ പറയും, വരുമ്പോഴേ വല്ല പാണ്ടിലോറി ആയിരിക്കും. പഴയതൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയി തരാടി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. ദേവറിനെ കൈവച്ച് തന്നാണ്ടല്ല ഒരു അടവുമായിട്ട് വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ അവിടെ ഒരു പണി നിർത്തിന്ന് വന്ന് ജന്മം അപ്പ. സിന്ധു, നമ്മുടെ പഴയ സക്കീർ വന്ന് വിളിച്ചടി. അവനെ ബോംബെന്ന് ആൾക്കാരെ കൊണ്ടുവന്നേക്കുന്നു. അവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ. ഒന്ന് പോകാൻ പറയടി, നീ കേട്ടോ. ഹലോ, ആണോ? അത് ശരി. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം, രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്കെ? ഇങ്ങനെ സംശയിച്ച് നോക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയുന്നേ? നിങ്ങൾ പോലീസുകാർ തന്നെ ഓരോന്ന് പറഞ്ഞു ചെയ്യിക്കും, എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഓരോ ചോദ്യങ്ങളും. ഈ സാറും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു വിട്ടപ്പം? ഞാനോ? എടീ, അത് ഈ സാറല്ല, അത് കുറച്ചുകൂടി ചെറുപ്പമുള്ള സാറായിരുന്നു. ആ മോന്തിക്കിട്ടായിരുന്നു നോക്കുന്നു. കരയാൻ പറഞ്ഞപ്പോ അങ്ങ് കരഞ്ഞു. എന്നിട്ട് കാശ് മുഴുവൻ കിട്ടിയോ? 5ന്റെ കാശ് കുറവില്ലാണ്ട് കിട്ടി. എന്നാ പോയിക്കോളൂ. കണ്ടോടി, കാശ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. സാറേ, SIയുടെ ചാർജ് മാത്രമേ ഉള്ളൂ. അതിബുദ്ധി കാണിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കില്ലേ. അതിന് അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടടോ. കണ്ണ് തുറന്ന് പിടിച്ചാൽ മതി. ബോഡി ഹോസ്പിറ്റലിൽ എത്തുന്നത് 12:30. നമ്മൾ ഏകദേശം 12:45 ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകാൻ റെഡി. ചുരുങ്ങിയത് 45 മിനിറ്റെങ്കിലും വേണ്ടേ പോസ്റ്റ്മോർട്ടത്തിന്? പിന്നെ ഇതെങ്ങനെ 15 മിനിറ്റ് കൊണ്ട് നടത്തി? അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്താൻ വൈകിയതല്ല, അവർ കാര്യങ്ങൾ നേരത്തെയാക്കിയതാണ്. എൻ്റെ സാറേ, ഇത് പിള്ളേർ കുട്ടിയും കോലും കളിച്ച കേസല്ല. ഇതിന്റെ പുറകെ വെറുതെ തൂങ്ങണ്ട. അല്ല, ഇത്ര തിരക്ക് കൂട്ടി സത്യനാഥൻ ആ ബോഡി എവിടെയാ കൊണ്ടുപോയെന്ന് അറിയണ്ടേ? ജോസേ, അത് കണ്ടെത്തണം. ആ ബാക്ക് ഡോർ ഒന്ന് തുറക്കടാ. പെട്ടെന്ന് തുറക്കടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. വേഗം തുറക്കടാ. പറഞ്ഞു കേട്ടില്ലടാ. തുറക്കടാ വാതിൽ. തുറക്കാനല്ലേ പറഞ്ഞേ? നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതെന്താടാ ഇങ്ങനെ? ബന്ധുക്കളാരുമില്ലേ? ഞാനാ അവന്റെ ബന്ധു.
പറ്റുമ്പോ ഒന്ന് ഫോൺ എടുക്ക്. അച്ഛനുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? CI സത്യനാഥൻ സാറും അച്ഛനും എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. CA? അയാള് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫസറും അച്ഛനും വക്കീലും അങ്ങനെ വേറെ ആരൊക്കെയോ ഉണ്ട്. അച്ഛൻ ഇത്ര ടെൻഷനായി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ വിളിക്കാം. എടാ മുസ്തഫയുടെ വീട് ഏതാ? ആ ഇതാ അവിടെയാ. മുസ്തഫ അല്ലേ? ഈ നിൽക്കുന്നത് SI ശുഭ്രൻ സാറാ. അതിന് ഞാനെന്ത് വേണം? മുസ്തഫ വിളിച്ചു കൂവണ്ട, എഴുന്നേക്കില്ല. കുടിച്ചു വെളിവില്ലാണ്ട് കിടക്കുക. ഒരു വർക്കിന്റെ കാര്യം പറയാനാ. ആ ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാ ഈ മൂക്കറ്റുള്ള കുടി. ആ നൗഷാദ് ഗൾഫിൽ കൊണ്ടുപോകാന്ന് എത്ര തവണ പറഞ്ഞതാ. അതെങ്ങനെ ചത്തേനും ചീഞ്ഞേനും പറക്കി നടക്കല്ലേ? മനുഷ്യനൊന്ന് കുത്തിയിരിക്കാനും സമ്മതിക്കത്തില്ല. അയ്യോ സാറായിരുന്നു ഇടിക്ക്. മുസ്തഫ, എന്തോ ഇന്ന് തനിക്ക് പകരം ബോഡിയും കൊണ്ടുപോയ ക്രിസ്റ്റി ഇല്ലേ, അവന്റെ നമ്പർ ഒന്ന് വേണം. ആഹാ, ഇപ്പൊ എല്ലാവർക്കും ക്രിസ്റ്റീനെ മതി. നമ്മളിപ്പോ ഔട്ട്. നമ്മളെ ആർക്കും വേണ്ട. നേരത്തെ വന്ന സാറിനും ക്രിസ്റ്റീനെ മതി. ഫോണിൽ വിളിക്കുന്നവനും ക്രിസ്റ്റീനെ മതി. അവൻ തന്നെ ഞാനെന്തിനാ മുട്ടിക്കുന്നത്? നമ്മുടെ CI സാറും ഒന്ന് മേടിച്ചോണ്ട് പോയി അവൻ്റെ നമ്പർ. എന്നാ പിടിച്ചോ, 98460 90834. 834. ഓക്കെ. ഇപ്പൊ നമ്മൾ ഔട്ടായി. ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ ഒപ്പം നിന്ന് വണ്ടി ഓടിക്കട്ടെ. ഹലോ, ക്രിസ്റ്റി അല്ലേ? സോറി, റോങ് നമ്പർ. ക്രിസ്റ്റി ക്രിസ്റ്റി അല്ലെന്ന് പറഞ്ഞില്ലയോ? എല്ലാവർക്കും ക്രിസ്റ്റി ക്രിസ്റ്റി ക്രിസ്റ്റി. മുസ്തഫ അല്ലേ? ആ, ഞാൻ മുസ്തഫയാണ്. പക്ഷെ ഞാൻ പണി നിർത്തി, ഗൾഫിൽ പോണ്. കട്ട് ചെയ്ത് കളഞ്ഞു. സ്വന്തം നമ്പറാണ് തന്നതല്ലേ? ഇതാണ് ഒരുത്തന് ഒരു ഉപകാരം ചേരുന്ന വാപ്പനോട് പറയുന്നത്. എടാ ക്രിസ്റ്റി, സ്മരണോടാ സ്മരണ. വലിയ ആളായി. എത്ര വലിയ ആളായാലും താഴെ വന്നേ സമ്മാനമുള്ളൂ. കളി മുസ്തഫയോടാ. പണി കൊടുക്കാം. മുസ്തഫ, ക്രിസ്റ്റിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലേ? അതെ. ആ, പണിയുണ്ട്. ഇനി ആരും വിളിക്കില്ല. ഓക്കെ ഓക്കെ, വളരെ ഉപകാരം. ഗുഡ്. എടുക്കാൻ പോകണോ അത് തിരിച്ചു പോകുന്നു? എടുത്തല്ലോ, ഇനിയിപ്പോ തിരിച്ചു കൊടുക്കണല്ലോ. എന്താ വേണ്ടേ? എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? ആ, ചായ എടുത്തു. അപ്പൊ സാറിന് വേണ്ടേ? ആ സാറ് ചായ കുടിക്കൂല, അടിച്ച് ഫിറ്റാ. സത്യത്തിൽ അവനാ ഡ്രൈവർ, ഞാൻ ശവം. അല്ല, ശവത്തിന്റെ ബന്ധു. ഓ ചേട്ടാ, ചായ നല്ല കടുപ്പത്തിലായിക്കോട്ടെ. കട്ട മതി. ആ പിന്നെ 4 ദോശയും ഒരു ഡബിളും. ആ ശരി. ഓ, നമസ്കാരം. ഞാൻ വെറുതെ കൂടി പോണായിരുന്നു. അപ്പനെ കൈയാട്ടി വിളിച്ച്, എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു 100 രൂപ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത്. ചോദിച്ചപ്പോ പിന്നെ 3 അടിച്ചേക്കണം. എന്നിട്ട് ഒന്നും അറിയാത്തല്ലോ ഇറങ്ങിയാണ്. കഴിഞ്ഞ
വിശ്വാസമായില്ലല്ലേ? ഇല്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതാണ്. എന്നാ പിന്നെ ഒന്നും കിട്ടിയില്ല സാറേ. നോക്കി മോനെ ചായയുടെ കാശ് കിട്ടിയില്ല കേട്ടോ. ഓ, കടായിട്ട് മതി. നമ്മളും കാശൊക്കെ കുറെ കണ്ടതാണ് മച്ചു. അപ്പോഴേ കണക്ക് കണക്കായിരിക്കണം. പഴയ 2ഉം ഇപ്പോഴത്തെ 65ഉം 67 തരും. ഒരുപാട് ശവങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറ്റി. പക്ഷെ ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള ഭാഗ്യം മച്ചുവേ, അത് നിനക്കാടാ. തീപ്പെട്ടി എന്തിയടാ? നിനക്ക് ഞാനല്ലേ തീ തന്നത്. ഒരു തീ തന്നതിന് മച്ചു ഒരു തീപ്പന്തമാടാ നീ തിരിച്ചു തന്നത്. പ്രീതി പിടിക്കല്ലേ, പോകാം. നിനക്ക് പോകാനുള്ള വണ്ടിയുടെ താക്കോല് നീ തന്നെയല്ലേ എടുത്തു വന്നത്. നീ പറ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഓടിയത് മുഴുവൻ CI സാറിന്റെ അടുത്തെത്തിക്കാനായിരുന്നു. പക്ഷേ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? പറ. എന്തോ അത്രക്കിഷ്ടായിരുന്നോടാ നിനക്ക് അവളെ? ഉള്ള കാര്യം പറഞ്ഞ ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. നല്ല സുന്ദരി കുട്ടിയല്ലടാ.